കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ കെ സജുവിനെ നിയമിച്ചു. നിലവിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവിയാണ്. വി.എ. ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഗിരീഷ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രവിധ, കണ്ണൂർ സർവകലാശാല വിസിയുടെ ചുമതലയാണ് കുസാറ്റിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവിയായ ഡോക്ടർ കെ സജുവിന് ഇപ്പോൾ ഗവർണർ നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഓർഡിനൻസും ഇറക്കി. ജൂൺ 1 മുതലാണ് ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നതെന്നും വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. നേരത്തെ വിസിയുടെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ ബിജോയ് നന്ദന്റെ കാലാവധി അല്ലെങ്കിൽ അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഡോക്ടർ കെ സജുവിനെ ചുമതല നൽകിക്കൊണ്ടുള്ള തീരുമാനം ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. നേരത്തെ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ സുപ്രീം കോടതി വിധിയോടെ ഒഴിഞ്ഞതിന് ശേഷം കണ്ണൂർ സർവകലാശാലയിൽ സ്ഥിരം വിസിമാരില്ല. ഇതിനുള്ള നടപടികൾ ഗവർണർ തുടങ്ങിയെങ്കിലും സർക്കാർ പ്രതിനിധിയെ നൽകാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ താൽക്കാലിക വിസിമാരെ ചുമതല നൽകിക്കൊണ്ടുള്ള ഒരു നിയമനമാണ് നൽകുന്നത്. ഇതനുസരിച്ചാണ് ഇപ്പോൾ ഡോക്ടർ കെ സാജുവിന് കണ്ണൂർ സർവകലാശാലയുടെ വിസിയുടെ ചുമതല നൽകിയിരിക്കുന്നത്. പ്രവിധ, ശരി. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ കെ സജുവിനെ ഗവർണർ നിയമിച്ചു. നിലവിലെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവിയാണ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.